ടീച്ചർ ഞാൻ സംശയം ചോദിക്കട്ടെ? എൻ്റെ ഒരു ഫ്രണ്ടിന് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസിന്റെ പ്രശ്നം, പുളിച്ച് തേക്കല്, അതേമാതിരി വയറ് വീർക്ക, അങ്ങനത്തെ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം. അതിനെന്തെങ്കിലും മാർഗം പറഞ്ഞുതരോ? ഒരു റെമഡി ആയിട്ട് എന്തെങ്കിലും? ഇത് അവരുടെ കുടലില് ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്യാസ്, അസിഡിറ്റി ഉണ്ടാവുന്നത്, ദഹനം നേരെ നടക്കാതെയൊക്കെ ഇരിക്കുന്നത്. അതിന്റെ ഒരു റെമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോര് കുടിക്കുക എന്നുള്ളതാണ്. മോരിന്റെ കൂടെ ഒരു 1/2 സ്പൂണ് നമ്മുടെ നല്ല ജീരകത്തിന്റെ പൊടിയും 1/2 സ്പൂണ് ഉലുവയുടെ പൊടിയും കുറച്ച് നല്ല കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുടിക്കാം. ഒരാഴ്ച എന്തായാലും കണ്ടിന്യൂസ്ലി കുടിക്കാൻ പറയൂ. ഇത് കുടിച്ചിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ഗുഡ് പ്രോബയോട്ടിക് നമ്മൾ അല്ലാതെ തന്നെ കഴിക്കേണ്ടി വരും, സപ്ലിമെന്റ് ആയിട്ട് കഴിക്കേണ്ടി വരും. കാരണം നമുക്ക് നോർമലി ഫുഡിലൂടെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുഡ് പ്രോബയോട്ടിക് വയറിൽ എത്തിക്കഴിയുമ്പോൾ ഈ ചീത്ത ബാക്ടീരിയകളെ അത് ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കുകയും നമ്മുടെ ഡൈജഷൻ ട്രാക്ക് നന്നാവുകയും ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ വാട്ടർ ഇൻടേക്ക്, വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാണ്ട് ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ ഒരു കവിള് വെള്ളം കുടിക്കാൻ പറയാം. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ഒരു കവിള് വെള്ളം വായിലെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കുലുക്കി ഉമിനീര് വെള്ളമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇറക്കാൻ പറയാം. ഇത് ദഹനത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. തന്നെ ഗുഡ് പ്രോബയോട്ടിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു സാഷയിൽ തന്നെ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഗട്ടിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം മറക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് മോര് കുടിക്കൂ കേട്ടോ.